പാറ്റയെ പച്ചയ്ക്ക് തിന്നുന്ന ഒരു കന്യാസ്ത്രീയുടെ കഥ പറഞ്ഞ 2021 പുറത്തിറങ്ങിയ കൂറ എന്ന ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാർത്തിക് എന്നൊരു പയ്യനെ കാണിക്കുന്നു. ക്ലാസ്സിൽ നിന്നും പുറത്തു നിർത്തി അവനാവട്ടെ ആ ഗ്യാപ്പിൽ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുവാണ്. അന്നേരം അവിടെ വന്ന ഒരാൾ അത് മേടിച്ച് ആ പാട്ടൊക്കെ കേട്ടു നോക്കുന്നു. അന്നേരം അവനാദ്യം കരുതിയത് കക്ഷി സീനിയർ ആണെന്നാണ്. എന്നാൽ പിന്നീടാണ് ആൾ അവിടുത്തെ പ്രൊഫസറാണെന്ന് അറിയുന്നത്. മ്യൂസിക്കിലുള്ള അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ ആ സാറാവട്ടെ അവനെ നേരെ കൊണ്ട് ഒരു ലൈബ്രറിയിലാക്കുന്നു. അന്നേരം അവിടെ എത്തിയ അവൻ വീണ്ടും ആ പാട്ടൊക്കെ കേട്ടുകൊണ്ട് തന്നെ അങ്ങനെ നടക്കുവാണ്. അന്നേരം ഹാൻഡിക്യാപ്ഡായ ഒരു പെൺകുട്ടി ഒരു ബുക്ക് സെർച്ച് ചെയ്യുന്നത് അവൾ കാണുന്നു. നേരെ ചെന്ന് അവൻ അവളെ ഹെൽപ്പ് ചെയ്യുവാണ്. അന്നേരം അവൾ പോകാൻ തുടങ്ങുമ്പോൾ പുറകെ പോയവൻ സംസാരിക്കാൻ നിൽക്കുന്ന നേരാണ് ഒരു കാഴ്ച കണ്ടവൻ ഞെട്ടുന്നത്. ഒരു കന്യാസ്ത്രീ കൂരയെ കഴിക്കുന്നു. അവൻ അവളെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ലൈബ്രറിയൻ വന്ന് അവനെ തടഞ്ഞു നിർത്തുവാണ്. നെക്സ്റ്റ് ഡേ വീണ്ടും ക്ലാസ്സിൽ കിടന്നിറങ്ങുന്ന ഹീറോയെ തന്നെ കാണിക്കുന്നു. പതിവ് പോലെ അന്നും അവനെ ക്ലാസ്സിന് വെളിയിലാക്കുന്നു. എന്നാൽ ആ കിട്ടിയ ഗ്യാപ്പിൽ തൻ്റെ പാഷനായ മ്യൂസിക് അവൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുവാണ്. ബാക്കി ഫ്രണ്ട്സിനൊപ്പം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റ് ആകുന്നുണ്ട്. രാത്രിയായ സമയം പുറത്തെന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ തലേന്ന് കണ്ട അതേ സിസ്റ്റർ അന്നേരം ഗ്രൗണ്ടിൽ വളരെ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണ് അവൻ കാണുന്നത്. ഹീറോ ഓടിച്ചെന്ന് അവൾ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയപ്പോൾ രണ്ടുപേരും പൊരിഞ്ഞ വഴക്കാകുന്നു. ജെൻസി എന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ പേര്. അന്നേരം കഴിഞ്ഞ ദിവസം അവൾ ലൈബ്രറിയിൽ കോക്രോച്ചിനെ കഴിക്കുന്നത് കണ്ടെന്ന് അവൻ പറയുവാണ്. അവൾ ദേഷ്യപ്പെട്ട് പോവാൻ നിന്നെങ്കിലും ഈ രാത്രി ഒറ്റയ്ക്ക് കളിക്കാൻ തനിക്ക് ഭ്രാന്താണെന്ന് ചോദിച്ച് ഹീറോ അവളെ ട്രിഗർ ചെയ്യുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ്റെ കൂടെ അവളും ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുവാണ്. എന്നാൽ എത്ര കളിച്ചിട്ടും അവൾ തന്നെ ഗോൾ പോസ്റ്റിലെ ഗോൾ അടിച്ചുകൊണ്ടിരുന്നു. ടയർഡായിട്ട് ഹീറോ നോക്കുമ്പോൾ ഇപ്പോൾ അവളെ എങ്ങും കാണുന്നില്ല. അങ്ങനെ അടുത്ത ദിവസമായി ഹീറോ കണ്ണു തുറക്കുന്നത് ആ കോളേജ് ഗ്രൗണ്ടിൽ തന്നെയാണ്. അതേസമയം കോളേജിലെ ആർപ്പുവിളികൾക്കിടയിൽ ആ ആഘോഷങ്ങൾക്കിടയിൽ വെച്ച് അവൻ അവളെ വീണ്ടും കാണുവാണ്. എന്നാൽ ഞൊടിയിടയിൽ അവളെ പിന്നെ കാണുന്നില്ല. ജെൻസിയെ തിരഞ്ഞ് ഹീറോ എല്ലായിടത്തും അലയാൻ തുടങ്ങുന്നു. അതേസമയം ജെൻസി ആവട്ടെ ആ ആഘോഷങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഏതോ ഒരു ക്ലാസ്സിനകത്തിരുന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങുവാണ്. എങ്ങനെയൊക്കെയോ ഹീറോ അങ്ങോട്ടേക്ക് എത്തുന്നു. അവനെ കണ്ടതും അവൾ ഡാൻസ് സ്റ്റോപ്പാക്കുന്നു. അന്നേരം തന്നെ അത് കണ്ട് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുവാണ്. എന്തോ അവൻ അവളെ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ മഠത്തിലുള്ള എല്ലാവരും നെയ്ത്ത് ശാലയിൽ നെയ്യുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ തുണി നെയ്യുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് ആ ഹാൻഡ്ലൂമിന്റെ താഴെ അവൾ ഒരു പാറ്റയെ കാണുവാണ്. ആരും കാണാതെ അവൾ അതിനെ എടുത്ത് വളരെ സ്വാദോടെ കഴിക്കാൻ തുടങ്ങുന്നു. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താൽ ജെൻസി താമസിക്കുന്ന മഠത്തിലേക്ക് അതേ ദിവസം തന്നെ രാത്രി ഫാദർ സ്കറിയ വരുവാണ്. എല്ലാ നൺസും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. ആ ഫാദർ അവളെ മാത്രം പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. തിരിച്ച് അവളാവട്ടെ വളരെ വിയേർഡായി തന്നെ ചിരിക്കുന്നു. പെട്ടെന്ന് ആ ഫാദർ അവിടെ മയങ്ങി വീഴുവാണ്. എല്ലാ നൺസും ഓടി വന്ന് അവിടെ ചെല്ലുമ്പോഴും ഹീറോയിൻ മാത്രം അപ്പോഴും ആ ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അടുത്ത ദിവസമായി വീണ്ടും കോളേജിലെ സുവോളജി ലാബിൽ നിൽക്കുന്ന ജെൻസിയെ കാണിക്കുവാണ്. അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂറകളെ കൊതിയോടെ അവൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം തന്നെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ കുട്ടികളുടെ പ്രാക്ടിക്കൽസിന് ഡിസെക്ഷൻ ചെയ്യാനുള്ള കൂറകളെ ഒരു ബോക്സിലാക്കി തൊട്ടപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അവൾ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ടീച്ചർ അതെടുത്ത് സുവോളജി ലാബിലും കൊണ്ടുവയ്ക്കുന്നു. നേരെ ചെന്ന ഹീറോയിൻ ആവട്ടെ അവിടെ ചെന്ന് ആരും കാണാതെ അതിൽ നിന്നും കുറച്ച് കൂറകൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയം കോക്രോച്ചിനെ എടുത്ത് കീറി മുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അപ്പോഴും അതിലോരോന്നായിട്ട് ആസ്വദിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതേസമയം തന്നെ പ്രാക്ടിക്കൽസ് ഒക്കെ കഴിയുമ്പോൾ ടീച്ചർ പതിവ് പോലെ ഇന്നും കുറേ കോക്രോച്ചസ് മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിലെല്ലാം കഴിച്ചത് ഹീറോയിനാണെന്ന് തന്നെ ആരും അറിയുന്നില്ല. അടുത്ത സീനിൽ ഒരു പെൺകുട്ടിയുടെ മടിയിൽ കിടന്ന് മരച്ചോട്ടിൽ ബുക്ക് വായിക്കുന്ന ഹീറോയെ നമ്മുടെ ഹീറോയിൻ മുകളിലെ ഫ്ലോറിൽ നിന്ന് നോക്കുന്നത് കാണിക്കുവാണ്. അതെപ്പോഴും ഹീറോയും നോട്ടീസ് ചെയ്യുന്നു. അതുകണ്ട് അവൻ അവളെ ഫോളോ ചെയ്ത് പോകുവാണ്. എന്നാൽ അവളാവട്ടെ തൻ്റെ സീക്രട്ട് ആരോടും പറയരുതെന്ന് അവനോട് റിക്വസ്റ്റ് ചെയ്യുവാണ്. എന്നാൽ അന്നേരം ഒരു പയ്യൻ ആ വഴി വന്ന് ഹീറോയുടെ മെക്കെട്ട് കയറുവാണ്. ഹീറോ ആവട്ടെ അവനെ ഓടിച്ചിട്ട് തല്ലുന്നു. തിരിച്ചോടി വരുന്ന വഴി ഐ ലവ് യു എന്നവൻ അവളോട് ഉറക്കി വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ടൊരു പുഞ്ചിരി അവൾക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൾ താമസിക്കുന്ന സ്ഥലത്ത് അവൻ വന്ന് അവളുടെ ഫോട്ടോസ് അവൾ അറിയാതെ എടുക്കുവാണ്. എന്നാൽ പെട്ടെന്ന് അത് കണ്ട ജെൻസി ആവട്ടെ അവൻ്റെ അടുത്ത് ചെന്ന് ആ ക്യാമറ പിടിച്ചു വാങ്ങി ധൈര്യമുണ്ടെങ്കിൽ അത് തൻ്റെ റൂമിൽ വന്നെടുക്കാനായിട്ട് അവനെ ചാലഞ്ച് ചെയ്യുവാണ്. അവൻ പ്രേമിക്കുന്നതിനുള്ള മറുപടി തന്നിട്ടില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവളാവട്ടെ താനൊരു കന്യാസ്ത്രീയാണെന്നും അതിലുപരി അവൻ്റെ സീനിയറാണെന്നും പറഞ്ഞ് അവനോട് ഒത്തിരി ദേഷ്യപ്പെടുന്നു.
റൂമിലെത്തിയ ഹീറോയിൻ ബാത്റൂമിൽ തുണി അലക്കുന്നതിനിടയിൽ ചുവരിൽ ഒരു കൂറയെ കാണുവാണ്. അവൾ കൈ തുടച്ച് മെല്ലെ ചെന്ന് ആ കൂറയെ വായിൽ കടിച്ചെടുത്ത് തിന്നുന്നു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി കൊന്ത കഴുത്തിലിടുന്ന സമയം മിററിനകത്ത് ഒരു കന്യാസ്ത്രീ പുറംതിരിഞ്ഞിരിക്കുന്നുണ്ട്. അവളത് റൂംമേറ്റ് ആണെന്ന് വിചാരിച്ചാൽ അത് പക്ഷേ ആ ഡ്രസ്സ് ഇട്ട് വന്ന ഹീറോ ആയിരുന്നു. അവൻ അവിടുന്ന് തൻ്റെ ക്യാമറയിൽ അവളുടെ ഫോട്ടോ എടുക്കുവാണ്. ഇത് കണ്ടവൾ കഥ കടിച്ച് അവനെ വന്ന് പുതിരെ തല്ലുവാണ്. ഓടി ബാത്റൂമിൽ കയറി അവൻ്റെ കൈ വാതിലിൽ കുടുക്കി അവൾ വളരെ വിയേർഡായി അവൻ്റെ കൈ വിരൽ കടിക്കാൻ തുടങ്ങുന്നു. പോരാത്തതിന് വാതിൽ തുറന്ന് ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് കൊണ്ട് അവന് പുതിരെ തല്ലുവാണ്. അന്നേരം ചുവരിൽ കണ്ട പാറ്റയെ വായിക്കൊണ്ട് കടിച്ചെടുത്ത് തിന്നുകയും ചെയ്യുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും അവൻ പൊട്ടിച്ചിരിക്കുവാണ്. ഹീറോയിൻ അവിടെ ബെഡിൽ വന്നിരുന്ന് മുഖമടച്ച് കരയാൻ തുടങ്ങുന്നു. അന്നേരം പിന്നിലൂടെ വന്ന ഹീറോ അവളെ ചേർത്ത് പിടിച്ച് ഇപ്പോഴും ഇഷ്ടമാണെന്ന് അറിയിക്കുവാണ്. അന്നേരത്ത് ഹീറോയിൻ്റെ ഫ്ലാഷ് ബാക്ക് അവൾ പറയാൻ തുടങ്ങുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയം അവിടുത്തെ ഫുട്ബോൾ ടീമിനെ വിൻ ചെയ്യിപ്പിക്കുന്നത് തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു. തൻ്റെ അനിയൻ്റെ കൂടെയായിരുന്നു അവളുടെ പ്രാക്ടീസൊക്കെ. വളരെ ഹാപ്പിയായ ജീവിതം. സ്കൂളിൽ പ്യൂണായ അച്ഛനും അനിയനും മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ആ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ മകനായിട്ടുള്ള റോബർട്ട് അവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നു. അയാൾ ഹീറോയിനുമായിട്ട് നല്ല കമ്പനിയാകുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അച്ഛന് വയ്യാത്ത കാരണം അന്നത്തെ ദിവസം സ്കൂളിൽ പോകുന്നില്ല. അച്ഛനെ നോക്കാനായിട്ട് അനിയനും ലീവ് എടുക്കുന്നു. സൂപ്രണ്ടിനോട് തൻ്റെ ലീവിൻ്റെ കാര്യം പറയാനായിട്ട് അവളോട് അച്ഛൻ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഹീറോയിൻ അസംബ്ലി നടക്കുന്ന സമയത്ത് വളരെ ലേറ്റായിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. അതേസമയം അസംബ്ലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സൈഡിലൂടെ അവൾ മെല്ലെ ക്ലാസ്സിലോട്ട് പോകുവാണ്. എന്നാൽ ലൈബ്രറിയിലിരുന്ന റോബർട്ട് സാർ അവൾ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് അവളോട് ചോദിക്കുമ്പോൾ അസംബ്ലിയിൽ ലേറ്റായിട്ട് ചെന്നാൽ പ്രിൻസിപ്പൾ വഴക്ക് പറയുമെന്ന് പറയുവാണ്. നീ ടെൻഷൻ അടിക്കേണ്ട, അമ്മയോട് ഞാൻ പറഞ്ഞോളാമെന്ന് സാറും പറയുന്നു. അങ്ങനെ അവൾ തിരിച്ച് അസംബ്ലി നടക്കുന്നിടത്തേക്ക് പോകാനൊരുങ്ങുന്ന നേരം അയാൾ വീണ്ടും വന്ന് ലൈബ്രറിയിലെ കുറിച്ച് ഫയൽ തപ്പിപ്പിടിക്കാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ്. ഓക്കെ എന്നും പറഞ്ഞ് അവൾ അകത്ത് കയറി നോക്കാൻ തുടങ്ങുന്നു. സ്കൂളിലുള്ള എല്ലാവരും ആ സമയം അസംബ്ലിയിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ബുക്ക് തുറന്നതും പേടിച്ചലറി അവൾ ആ ബുക്ക് താഴെ ഇടുവാണ്. അത് കണ്ട സാറ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കൂറയാണെന്നും തനിക്ക് പേടിയാണെന്നും അവൾ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് അവൾക്ക് ആ ഫയൽ കിട്ടുവാണ്. അത് ആ ടീച്ചറോട് പറയുമ്പോൾ അയാൾ ആദ്യം അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പയ്യെ പയ്യെ അയാളുടെ ടോണ് മാറാൻ തുടങ്ങുന്നു. അയാൾ അവളെ മോശമായ രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. കരഞ്ഞ് അവൾ തന്നെ വെറുതെ വിടാനായിട്ട് അയാളോട് കേണപേക്ഷിക്കുവാണ്. എന്നാൽ അവളുടെ സമ്മതമില്ലാതെ അയാൾ അവളെ റേപ്പ് ചെയ്യുവാണ്. അതിനെല്ലാം വിറ്റ്നസ്സായി ആ കണ്ണാടിക്കപ്പുറത്ത് ഒരു കൂറയും ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ അസംബ്ലി കഴിഞ്ഞ് വരുന്ന കുട്ടികൾ കരഞ്ഞു നിൽക്കുന്ന ഹീറോയിനെ കാണുവാണ്. ക്ലാസ്സിലെത്തിയാൽ ക്ലാസ് എടുക്കാൻ വന്നത് അതേ സാറ് തന്നെയാണ്. ഹീറോയിൻ കരയുന്നത് കണ്ട കൂട്ടുകാരി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അവൾ ആ കൂട്ടുകാരിയോട് നടന്നതെല്ലാം പറയുവാണ്. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ക്ലാസ്സിൽ എല്ലാവരിലും ആ ന്യൂസ് കൈമാറുവാണ്. പെട്ടെന്ന് ബോർഡിൽ എഴുതുന്ന ടീച്ചറിൻ്റെ പുറകിൽ ഒരു ഷൂ വന്ന് വീഴുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസും ഷൂ ഊരി അയാൾക്ക് നേരെ പിടിച്ചു നിൽക്കുവാണ്. ആ വിഷയം പൊടുന്നനെ ചർച്ചയാകുന്നു. പബ്ലിക് ഇതറിയുന്നതിന് മുൻപ് എല്ലാം മൂടി വെക്കണമെന്ന് പറഞ്ഞ് ആ സ്കൂൾ അതോറിറ്റി ഹീറോയിൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തുവാണ്. അവിടെ എത്തിയ ആ അച്ഛനോട് അവരെന്താണെന്ന് പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല. പകരം വീട്ടിലെത്തിയ ആ അച്ഛൻ എല്ലാം കെട്ടിപ്പെറുക്കി അവിടുന്ന് പോകാനായിട്ട് മകളോട് പറയുവാണ്. അങ്ങനെ അവളെ കൊണ്ടുചെന്നൊരു മഠത്തിൽ ചേർക്കുന്നു. ഒരു വാക്കുപോലും പറയാതെ കരഞ്ഞയാൾ അവിടെ നിന്നും പോകുവാണ്. പ്രസൻറ്റിൽ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീറോയിൻ തന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ഹീറോയോട് ചോദിക്കുവാണ്. എന്നാൽ അവനാവട്ടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുവാണ്. എന്നാൽ അടുത്ത ദിവസം ഹീറോ ജെൻസിയെ മീറ്റ് ചെയ്തിട്ട് അവളെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. അന്ന് രാത്രി തന്നെ മഠത്തിന് പുറത്തിറങ്ങാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അന്ന് രാത്രി ആ മഠത്തിൽ നിന്നും അവളെ ചാടിച്ചവൻ കൊണ്ടുപോകുന്നു. അവൾക്ക് പുതിയൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു പുതിയ ഡ്രസ്സിൽ അവളെ കണ്ടപ്പോഴത്തേക്കും ആ സൗന്ദര്യം കണ്ട് അവനങ്ങനെ മതി മറന്നു പോകുന്നുണ്ട്. അങ്ങനെ അവളെയും കൂട്ടി അവൻ നേരെ ഒരു ഉത്സവപ്പറമ്പിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് തൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്ത് എല്ലാ കാര്യവും അവൻ പറയുന്നു. വളരെ ഫ്രണ്ട്ലി ആയ അവൻ്റെ പാരൻസ് ആവട്ടെ ഇനി നീ വളരെ റെസ്പോൺസിബിൾ ആവണമെന്ന് അവൻ അഡ്വൈസും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് ബൈക്ക് ഓഫ് ആകുന്നു. അങ്ങനെ ബൈക്കും തള്ളി നടക്കുന്നതിനിടയിൽ അവളോടൊരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. അവളൊരു ഇംഗ്ലീഷ് സോങ് അവന് പാടിക്കൊടുക്കുന്നു. പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങുവാണ്. രണ്ടാളും കൂടെ അവിടെ കണ്ടൊരു പഴയ അംബാസഡറിൽ കയറിയിരിക്കുന്നു. ആ മൊമെൻറ്റിൽ രണ്ടാളും വളരെ ക്ലോസ് ആകുന്നുണ്ട്. അടുത്ത സീനിൽ
കോളേജിലാണ് കാണിക്കുന്നത്. 2 ക്ലാസ്സിൽ 2 വ്യത്യസ്ത സ്ട്രീമിൽ പഠിക്കുന്ന 2 ആളും ഒരേ ദിവസം മിസ്സായിരിക്കുന്നു. 2 പേരും എങ്ങനെ ഒരുമിച്ച് പോയെന്ന് ഇൻസ്പെക്ടർ രാജീവ് വന്ന് അന്വേഷിക്കുവാണ്. അവരൊരുമിച്ച് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അന്വേഷിച്ച പോലീസുകാരോട് കോളേജ് അതോറിറ്റി പറയുന്നത് അവൾ ഒരു കന്യാസ്ത്രീയാണെന്നും അവനൊരു അയ്യറാണെന്നുമെന്നാണ്. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ചാൻസ് ഇല്ലെന്നും പറയുന്നു. അതേസമയം മറ്റൊരിടത്ത് ഹീറോയും ഹീറോയിനും കൂടെ നേരെ എത്തിയത് ഒരു ഒഴിഞ്ഞ കാട്ടിനുള്ളിലായിരുന്നു. അവൾ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങുന്നു. അവളുടെ പുറകെ അവനും ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ 2 ആളും ഒരു മൊമെന്റിൽ കിസ് ചെയ്യാനായിട്ട് പോകുന്ന സമയം അവൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുവാണ്. നോക്കുമ്പോൾ താഴെ കിടന്നൊരു മരത്തടിയിൽ ഒരു കൂറ പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ തട്ടിമാറ്റി ഓടിപ്പോയതിനെ കഴിക്കുവാണ്. എന്നിട്ട് ഇനി ഉമ്മ വെക്കണോ എന്ന് അവനോട് ചോദിക്കുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങുമ്പോൾ അവളും പുറകെ ഓടുവാണ്. എന്നാൽ പെട്ടെന്ന് ഒരു കുഴിയിൽ അവൾ വീഴുന്നു. അവൾ തന്നെ രക്ഷിക്കാനായിട്ട് അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓരിയിടാൻ തുടങ്ങുവാണ്. എന്നിട്ട് ആ കുഴി മണ്ണിട്ട് മൂടുന്നു. അവൾ പേടിയാവുന്നെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അവൻ അവളെ പുറത്തെടുക്കുവാണ്. നെക്സ്റ്റ് സീനിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി മഠത്തിലെത്തിയ പോലീസ് ഓഫീസർ ആവട്ടെ സീനിയർ മദറിനെ കണ്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുവാണ്. ജെൻസിയുടെ സ്കൂൾ റെക്കോർഡ്സൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് നിന്നും 2 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് ഉറപ്പാക്കണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് പറയുവാണ്. സത്യത്തിൽ അവളൊരു ഓർഫൻ തന്നെയാണോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. അന്നേരം അതിനുത്തരം അവൾ പറയാൻ തുടങ്ങുവാണ്. ജെൻസിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഫാദർ സ്കറിയ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരിക്കൽ സ്പെയിനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം നൽകാനായിട്ട് ഫാദർ സ്കറിയയെ സ്പെയിനിലേക്ക് അയച്ചു. 3 വർഷം കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നത് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൂട്ടിയാണ്. അയാൾ അവൾ തൻ്റെ മകൾക്ക് തുല്യമാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ഇൻഫാക്റ്റ് അവളുടെ പേരിനൊപ്പം ചേർത്തിട്ടുള്ളത് ഫാദർ സ്കറിയയുടെ പേര് തന്നെയാണ്. അവിടെയുള്ള സിസ്റ്റർമാരാണ് അവളെ വളർത്തി വലുതാക്കിയതെന്നെല്ലാം ആ സ്ത്രീ പറയുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവളാണോ എന്ന 2ാമത്തെ ചോദ്യത്തിന് ദേഷ്യത്തോടെ ആ മദർ ഇൻസ്പെക്ടറെ തുറച്ചു നോക്കുവാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു പോലീസ് അസിസ്റ്റന്റ് വന്ന് ജെൻസിയുടെ മുറിയിൽ നിന്നും കിട്ടിയ ഒരു പഴയ പെട്ടി തുറക്കുന്നത്. തുറന്നാൽ അതിനകത്ത് കുറച്ച് പഴയ സാധനങ്ങളും ഒപ്പം തന്നെ ഒരു കൂറയെയും കാണുന്നു. ആ കൂറയാവട്ടെ മെല്ലെ മെല്ലെ നീങ്ങി നീങ്ങി ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ജെൻസിയുടെ മുഖത്തിന് മുകളിൽ ചെന്നിരിക്കുവാണ്. ഇത് കാണുന്ന പോലീസ് ഓഫീസർ ആവട്ടെ വല്ലാത്ത രീതിയിൽ എല്ലാ കഥകളും ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഹീറോയെ സാൻഡ് തെറാപ്പി എന്നും പറഞ്ഞ് ഹീറോയിൻ മണ്ണിൽ ഇരുത്തി ഒരു ഗെയിം കളിക്കാനെന്നും പറഞ്ഞ് തലവരെ മണ്ണിട്ട് മൂടിയിരിക്കുവാണ്. എന്നിട്ട് അവൾ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. അത് കാണുന്ന ഹീറോയാവട്ടെ സന്തോഷത്തോടെ എൻ്റെ സെന്യൂരിറ്റ എന്ന് വിളിച്ച് എനിക്കും നിന്റെ ഒപ്പം ഡാൻസ് കളിക്കണമെന്ന് ഉറക്കെ വിളിച്ച് പറയുവാണ്. എന്നാൽ കുറച്ചു നേരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അവൾ ആ ഡാൻസിനിടയിൽ ഒരു കല്ല് തെറിപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് അടിക്കുവാണ്. ഒപ്പം തന്നെ അവൻ്റെ മുഖത്ത് നിന്ന് ചോര വാർന്നൊഴുകാൻ തുടങ്ങുന്നു. അത് കണ്ടവൾ ഡാൻസ് സ്റ്റോപ്പ് ചെയ്ത് ഓടി വന്ന് അവനോട് സോറി പറയുവാണ്. എന്നാൽ അവനാണെങ്കിൽ എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കൂ, പേടിയാവുന്നു, തല കറങ്ങുന്നു എന്നെല്ലാം പറയുവാണ്. അതേസമയം ഹീറോയിൻ അത് കേൾക്കാത്ത പോലെ സോറി സോറി എന്ന് മാത്രം പറഞ്ഞ് അവനെ ഒരുപാട് ഉമ്മ വെച്ച് ചുറ്റുമുള്ള മണ്ണെല്ലാം കൂടെ കൂട്ടി അവൻ്റെ തല മൂടാനായിട്ട് തുടങ്ങുവാണ്. നീ എന്തായി കാണിക്കുന്നതെന്ന് അവൻ ഒരുപാട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു ഭ്രാന്തിയെ പോലെ ക്രീപ്പിയായി ചിരിച്ച് അവൻ്റെ തല മണ്ണിട്ട് മൂടുന്നു. എന്നിട്ട് അവിടുന്ന് നടന്ന് ദൂരെ പോകുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ്റെ യഥാർത്ഥത്തിലുള്ള പാസ്റ്റാണ്. ആ കണ്ണട വെച്ചയാളാണ് അവളുടെ അച്ഛൻ. അമ്മയാണെങ്കിലോ ഒരു സുഖമില്ലാത്ത സ്ത്രീയും. വീട്ടിലാണെങ്കിലും ഒന്നും ഇല്ലെന്നും വിശക്കുന്നുണ്ടെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും ഭാര്യ വന്ന് അയാളോട് പറയുവാണ്. എന്നാൽ ചിത്രം വരയ്ക്കുന്ന അയാളെ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ട് അയാൾ ദേഷ്യം പിടിച്ച് അവിടെ ഇരുന്നൊരു വെപ്പൺ എടുത്ത് അവളെ അടിച്ചു കൊല്ലുവാണ്. എന്നാൽ തൊട്ടടുത്തിരുന്ന നമ്മുടെ കുട്ടി ഹീറോയിനാവട്ടെ ഒന്നും അറിയാതെ അമ്മയെന്ന് വിളിച്ച് കരയുവാണ്. അയാൾ നേരം ആ ഡെഡ് ബോഡി എടുത്ത് നല്ലപോലെ ഒരുക്കി ഒരു ചെയറിലിരുത്തി ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ എത്ര തന്നെ എടുത്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടുന്നില്ല. എന്നാൽ ദിവസം പോകെ ആ ഡെഡ് ബോഡി ജീർണിച്ചു വന്നു. ഭ്രാന്ത് പിടിച്ച അയാൾ ആ കുഞ്ഞിനെ ഒന്ന് മൈൻഡ് ചെയ്യുന്നത് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിർത്താതെ വിശന്ന് കരയുന്ന ആ കുഞ്ഞിന് ജീർണിച്ച ആ ശവശരീരത്തിലൂടെ നടക്കുന്ന കൂറകളെ കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. ആ കുഞ്ഞും അത് ആസ്വദിച്ചു തന്നെ കഴിക്കാൻ തുടങ്ങുന്നു. സോ കുഞ്ഞിലെയുള്ള ആ ഒരു ട്രോമയാണ് ഹീറോയിനെ ഇത്ര നീചയാക്കി മാറ്റിയതെന്ന് നമുക്ക് ഊഹിക്കാം. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊൽക്കത്ത നഗരത്തിൽ ഒരു ഫോട്ടോ എടുത്തു നിൽക്കുന്ന ഒരു പയ്യനെ കാണിച്ചുകൊണ്ടാണ്. അന്നേരം ആ ഫോട്ടോ ഒന്നിൽ ഒരു മുഖം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ള വേഷം ധരിച്ചു വന്ന ഏകദേശം ഒരു സ്വാമിനിയെ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അത്. ആളെ കണ്ട് അട്രാക്റ്റഡ് ആയ ആ പയ്യനാവട്ടെ അവളെ ഫോളോ ചെയ്ത് പോകുവാണ്. അവളെ നേരം
ആ കടലിൽ നിന്നും കുറച്ച് വെള്ളമെടുക്കുവാണ്. ഒപ്പം തന്നെ എന്തോ ചവയ്ക്കുന്നുമുണ്ട്. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ചെൻസി തന്നെയായിരുന്നു. അവിടേക്ക് എത്തിയ ആ പയ്യനാവട്ടെ അവളെ കണ്ട് അട്രാക്റ്റഡായി അവൾ ചവയ്ക്കുന്നത് ചൂയിങ് ആണെന്ന് കരുതി തൻ്റെ കയ്യിലിരുന്ന ചൂയിങ്കം വേണോ എന്ന് അവളോട് ചോദിക്കുവാണ്. എന്നാൽ വാസ്തവത്തിൽ അവൾ എന്തായിരിക്കും ചവയ്ക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ആ സീനോട് കൂടി ആ മൂവി അവിടെ ഉണ്ടാകുവാണ്. സോ അവളുടെ നെക്സ്റ്റ് ഇര ഇനി ആ പയ്യനായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. ഒത്തിരി മിസ്റ്ററികൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ മൂവി അവിടെ ഉണ്ടാകുന്നത്. സോ ഒന്നാമത്തേത്, ഫാദർ സ്കറിയയുടെ മരണം എങ്ങനെ സംഭവിച്ചു? 2, സീനിയർ മദറിന് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? മൂന്നാമത്തേത്, സ്നേഹിച്ച പയ്യനെ തന്നെ അവൾ എന്തിനാണ് അതിക്രൂരമായി കൊന്നത്? നാലാമത്തേത്, ആ പോലീസുകാരൻ കഥ ഇവിടെ തുടങ്ങിയതേയുള്ളൂ എന്ന് പറഞ്ഞതിന് പിന്നിലെ കാരണവും. അങ്ങനെ എല്ലാത്തിനുള്ള ഉത്തരവുമായി രണ്ടാമതൊരു ഭാഗം വരുമെന്ന് കാണിച്ചുകൊണ്ടാണ് ആ മൂവി അവിടെ ഉണ്ടാകുന്നത്.